ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതും തന്നെ ഇത്ര ലേറ്റ് ആയിട്ട് വിഷ് ചെയ്തതിന് എല്ലാവരോടും ഞാൻ സോറി പറയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഉത്രാട ദിവസത്തെ എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം മുതൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സമയം വന്നിട്ട് ഒരു 5:40 അടുക്കുന്നു. ഞാൻ 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റതാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടി ഞാൻ കിടന്നിട്ട് ഞാനിപ്പോ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ മുതൽ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യൽ ആണ്. ഒന്നാം ഓണം ആയതുകൊണ്ട് മാത്രമല്ല, അന്ന ബേബിയുടെ ജന്മനാൾ കൂടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്തെന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ നേരെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോയി ഫ്രഷ് ഒക്കെ ആയി ബ്രഷ് ചെയ്തു വന്നു. ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ഫീവർ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഫീവർ ഉണ്ട്. നല്ല രീതിക്ക് തൊട്ട് നല്ല രീതിക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മെഡിസിൻസ് ഒക്കെ കഴിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അനുബേബി നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്ന് അവർക്ക് സ്കൂളുണ്ട്. സ്കൂൾ ഹാഫ് ഡേ ആണ് കേട്ടോ. അപ്പൊ അവരെ ഉണർത്തുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വേഗം പോയിട്ട് എന്റെ പണികളൊക്കെ തീർക്കട്ടെ. കിച്ചണില് പണികളുണ്ട്. അപ്പൊ ശ്യാമിന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇനി നേരെ ഞാൻ കിച്ചണിലേക്ക് ഓടിപ്പോട്ടെ. ഒട്ടും തന്നെ വയ്യ, ഹെൽത്ത് നല്ല മോശമാണ്. എന്നാലും ചെയ്തു തീർക്കാൻ ഒരുപാട് പണികൾ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കിച്ചണിലേക്ക് വന്നത് ആദ്യം തന്നെ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. ആ ഒരു ടൈം ആയപ്പോഴേക്ക് ശ്യാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്യാം നേരെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന ടൈമിൽ ഞാൻ ഡോർ അടയ്ക്കാൻ വന്നപ്പോൾ എടുത്ത് ചെറിയൊരു ക്ലിപ്പിംഗ് ആണിത്. ഡെയിലി രാവിലെ ഇതുപോലെ പ്രാക്ടീസിന് പോകാറുണ്ട്. ശ്യാം പോയിട്ട് വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ എനിക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പൊ നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ ഞാൻ വന്നിട്ട് ചെയ്തത് തലേ ദിവസം രാത്രി തന്നെ ഞാൻ കുറച്ച് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരു സൈഡിൽ പാല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സൈഡിൽ കറിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കറി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിനെ മാറ്റിയിട്ട് അതേ അടുപ്പിലേക്ക് തന്നെ ചോറിന് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ട് അരി കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ തെർമൽ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടുത്തെ അരി എന്ന് പറയുന്നത് നമ്മുടെ പൊന്നി അരി ഉണ്ടല്ലോ, ആ അരിയാണ് കേട്ടോ. അപ്പോൾ അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ കോവയ്ക്ക ഒക്കെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കോവയ്ക്ക കൂടി ഇട്ടിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ കുറച്ചു നേരം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ആക്കിയതിനു ശേഷം നല്ല രീതിക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെഡി ആവുന്ന ടൈം കൊണ്ട് തന്നെ ഇവിടെ അരി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ അതിനെ നേരെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കോവയ്ക്കും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക് നല്ലപോലെ കുക്കായി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് അടച്ചു വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ല പാകമായിട്ട് വന്നു. ഞാൻ അതിനേക്ക് ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ലഞ്ചിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ന് തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു എല്ലാം. അപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ പായസം റെഡിയാക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇവിടെ പിറന്നാളായതുകൊണ്ട്. പക്ഷേ വയ്യാത്തത് കൊണ്ട് ആ സമയത്ത് അത് നടന്നില്ല. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് മതിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് അതും റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ 2 ഏത്തപ്പഴം കൂടി പുഴുങ്ങി അതിന്റെ കൂടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതും പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഇന്ന് മോർണിംഗിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞു സെറ്റാക്കി. ഇന്ന് വയ്യാത്തത് കൊണ്ട് തന്നെ ആകെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്, ഉത്രാട ദിവസമാണ്. അത് മാത്രമല്ല ഇന്ന് അനുബയുടെ ജന്മനാൾ കൂടിയാണ്. അപ്പം പായസം വെക്കാമെന്ന് കൂടെ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ പിള്ളേരെ സ്കൂളിലേക്ക് ശ്യാമിന് ഓഫീസിലേക്കൊക്കെ വിട്ടതിന് ശേഷം പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പം നേരെ അനുബേബിയെ എഴുന്നേൽപ്പിക്കാൻ പോകണം. അവളെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി സ്കൂളിലേക്കൊക്കെ വിടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പായസത്തിന്റെ പരിപാടിയിലേക്കും മറ്റുമൊക്കെ കടക്കാം. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നു. അനുബേബി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അനുവിനെ എഴുന്നേൽപ്പിക്കുന്ന വളരെ ബുദ്ധിമുട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വിളിച്ചാലാണ് ഉണരും. ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വിളിക്കുമ്പോൾ അപ്പം തന്നെ എഴുന്നേക്കും. ഓക്കെ ആയിട്ട് അങ്ങനെ അതുപോലെ തന്നെ അവൾ എഴുന്നേറ്റു. ഇന്നതേ ക്യാമറ കണ്ട് പെട്ടെന്നൊന്ന് പകച്ചെങ്കിലും അവള് ചിരിച്ചു കേട്ടോ. കാരണം സാധാരണ അങ്ങനെ ക്യാമറ ഞാനിങ്ങനെ വീഡിയോ എടുക്കാറില്ലല്ലോ. ഞാൻ ചോദിക്കുകയായിരുന്നു ക്യാമറ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോൾ പേടിച്ചു എന്ന് ഇങ്ങനെ തലയാട്ടിയെ കാണിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നേരെ പുള്ളിക്കാരിയെ ഒന്ന് ഫ്രഷ് ഒക്കെ ആക്കി റെഡിയാക്കട്ടെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കാണാം. അങ്ങനെ എൻ്റെ ബേബി ബ്രഷിങ്ങും ഫേസ് വാഷും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് വേഗം ഓടിപ്പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മൾ റെഡി ആയി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സമയം ഏകദേശം 8 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്യാമ ഒരു 7:30 ആയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശ്യാമ റെഡിയായി ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ അന്നു ഇവിടെ റെഡിയാണ്. അപ്പൊ അക്കും റെഡിയായി വരുന്നുണ്ട്. എല്ലാവരും പോകാൻ റെഡിയായിട്ട് വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ ബായി ഒക്കെ പറഞ്ഞ് എല്ലാവരും പോവാണ് കേട്ടോ. അപ്പൊ ഇനി 11:30 കുട്ടികൾ വരുള്ളൂ. ശ്യാമ വരാൻ വൈകുന്നേരം ആവും. അതിനുള്ളിൽ ബാക്കി ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ അവരെല്ലാം പോയി കേട്ടോ. എല്ലാവരും പോയി. രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് തുണി കഴിവായിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി സെറ്റായി ഇരിപ്പുണ്ട്. ഇനി അതിനെയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇടണം. അതിനെ പുറത്തുനിന്ന് വിരിച്ചിട്ടിട്ട് വരാം.
അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ തുണിയൊക്കെ ഉണക്കാലിട്ടിട്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മരുന്ന് കഴിച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. കാരണം നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ. എപ്പോഴും ഷൂട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ആ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, മരുന്നും കഴിഞ്ഞിട്ട് അടുത്ത പായസത്തിന്റെ ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് ഉള്ള ആ ഒരു ഓർത്തപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെ എനിക്ക് ഓർമ്മയിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ വന്ന് ഫോണെടുത്ത് അപ്ഡേറ്റ് ചെയ്യാണ്. അങ്ങനെ വീണ്ടും നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി പായസത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ അടപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ശർക്കര ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഞാൻ അതിനെ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെ നമ്മുടെ ചവ്വരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചവ്വരി ഇത് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് അതിലൊന്ന് ചെറിയതായിട്ട് തിള വരുമ്പോഴേക്കും ഞാനിവിടെ അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു അട നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ആദ്യം ഒരുക്കി വെച്ച ആ ഒരു ശർക്കരയിലേക്ക് നമ്മൾ ഈ ഒരു അട ചേർത്ത് നല്ലപോലെ വറ്റിച്ചെടുത്ത് പിന്നെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാല്, ഞാനിവിടെ തേങ്ങാപ്പാലല്ല യൂസ് ചെയ്തത്, നല്ല കട്ടിയുള്ള പശുവിൻ പാൽ യൂസ് ചെയ്താണ് ഞാനിത് പ്രിപ്പയർ ചെയ്തെടുത്തത്. ഇത് ഇപ്പം ഡേ ഇൻ മൈ ലൈഫിൽ നിന്നൊരു കുക്കറി വീഡിയോയിലേക്ക് മാറിയ പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു പ്രോസസ്സ് ഫുള്ളായിട്ട് ചെയ്ത് പായസം തയ്യാറാക്കി എടുത്തു. ഇങ്ങനെ നമ്മുടെ പായസത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു, പായസം എല്ലാം റെഡിയായി. ഇപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. 11:30 ആകുമ്പോൾ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ സമയം കൊണ്ട് അത് സെറ്റ് ആകും. കുറച്ചുകൂടി കുറുകാനുള്ളത് കുറുകി നല്ല സെറ്റ് ആയിട്ടിരിക്കും. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കും പിള്ളേർ വരുന്ന ടൈം ആകുമ്പോൾ. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൂടെ വീട്ടിൽ ബാക്കിയുണ്ട്. അപ്പോൾ ആ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ വിളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് റെഡിയായിട്ട് ഞാൻ ഇനി വരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിട്ട് സമയം 11 മണിയായി കേട്ടോ. സമയം 11:06 അപ്പോൾ എനിക്ക് കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോകാറായി. ഞാൻ ഒരു 11:15 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. എന്തായാലും ഞാനിപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരട്ടെ. വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി അവർ വന്നിട്ടുള്ള ഇവിടുത്തെ പുകിലുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു 11 മണിക്ക് പിള്ളേരെ സ്കൂളിൽ വിളിക്കാൻ പോയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വേറൊന്നുമല്ല, സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് പായസം കണ്ടതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടി പായസം കുടിച്ചു. അത് കഴിഞ്ഞ് ലൈറ്റായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു. ഇപ്പോൾ കുറച്ച് നേരമായി. പിന്നെ എല്ലാമൊക്കെ റെഡിയാക്കി, വിളക്കൊക്കെ തേക്കാനുള്ളതൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ വിളക്കൊക്കെ ഒരുക്കണം. ഇന്ന് ഉത്രാട ദിവസമാണ്, എല്ലാവർക്കും അറിയാം. അപ്പം വിളക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പോവുകയാണ്, മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും ഇല്ല. വന്നിട്ട് ആ ഒരു ലഞ്ച് കഴിക്കുന്ന അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ വന്ന് അപ്പോഴേ പായസം വേണമെന്ന് പറഞ്ഞ് ആ ഒരു ധൃതിയിൽ അതൊക്കെ കൊടുത്തു. ചോറും കഴിച്ചു. പിള്ളേർ വന്ന് കിടന്ന് ഉറങ്ങി. അവരുടെ കൂട്ടത്തിൽ ഞാനും ഉറങ്ങിപ്പോയി. പിന്നീടാണ് എഴുന്നേറ്റ് ബാക്കി പണികളൊക്കെ തീർത്തിട്ട് ഇപ്പോൾ അതേ കുളിച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ മാർക്കറ്റിലേക്ക് പോയിട്ട് ചെറിയ രീതിയിലൊക്കെ ഉള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പൂക്കളൊക്കെ വാങ്ങി തിരിച്ചു വരാം. അപ്പം നേരെ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. അതിന് മുൻപ് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ എൻ്റെ ബേബി ഇതേ ഉണ്ടോ, റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് പിങ്കി ഗേളായിട്ട് ഇതേ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അക്കു ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം നേരെ മാർക്കറ്റിലേക്ക് പോവാം. അങ്ങനെ ദേ മാർക്കറ്റിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മാർക്കറ്റിനുള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇത് വന്നിട്ട് മാർക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെയും കിട്ടും. ഇതിന് ബാക്ക് സൈഡിലാണ് കേട്ടോ വലിയ മാർക്കറ്റ്, ഫിഷ് കാര്യങ്ങൾ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരുപാട് കടകളുള്ളത്. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു ബാക്ക് സൈഡ് മാത്രമാണ് കേട്ടോ. ഇവിടെ കൂടുതലും ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇതുപോലെ ചെറിയ സ്ട്രീറ്റ് ഷോപ്സ്, ഇതുള്ള കുപ്പിവളകൾ, പൂക്കള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് വന്നിട്ട് പൂക്കൾ മേടിക്കാനായിട്ട് വന്നു കേട്ടോ. ഇതേ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് പൂക്കളം ഇടാനുള്ള പൂവും പിന്നെ വിളക്കൊരുക്കാനുള്ള പൂവൊക്കെ നമ്മൾ വാങ്ങി. ഇവിടെ ഇങ്ങനെ പൂജയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓരോ കവറുകളിലായിട്ട് സെപ്പറേറ്റ് പൂക്കൾ വെച്ചിരിക്കും. ഒരു കവറിന് 20 രൂപ 30 രൂപയൊക്കെയാണ് മാക്സിമം റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഇത്രയും പൂക്കൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6 വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്ന് വിളക്ക് അലങ്കരിക്കാനും അതുപോലെ കുറച്ച് നാളെ പൂക്കളം, ചെറിയൊരു പൂക്കളം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ വേറെ വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല, സദ്യ ഒന്നും ഉണ്ടാക്കലില്ല. കാരണം എൻ്റെ ഹെൽത്ത് നല്ല രീതിക്ക് മോശമായിട്ടിരിക്കുകയാണ്. ഇന്നൊട്ടും വയ്യെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം നാളെ എണീക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ സദ്യ ഉണ്ടാവില്ല. അല്ലെങ്കിലും സദ്യ ഉണ്ടാക്കിയാലും നാളെ ചെറിയൊരു തട്ടിക്കൂട്ട് സദ്യ ഉണ്ടാവാനേ സാധ്യതയുള്ളായിരുന്നു കേട്ടോ. കാരണം ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഹസി ഇവിടെ ഉണ്ടായിരുന്നു, അവളും പോയി. അവളുടെ ഇവിടുത്തെ ജോബൊക്കെ കഴിഞ്ഞു, അവൾ പോയി, നാട്ടിൽ പോയി.
അപ്പോൾ ആരുമില്ല, ഞങ്ങൾ 4 പേരും മാത്രമായിട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ബോറായിട്ടോ. അത് ഭയങ്കര ബോർ പരിപാടിയാണ്. നമ്മൾ മാത്രം, ഇപ്പം അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു നല്ല രസമാണ്. അവർക്കും കൂടി വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ. പിന്നെ അവരുമായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെയാണ്. അപ്പോൾ ആരും ഇല്ലാണ്ട് ബോറടി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല, അതുകൊണ്ട് തന്നെ സദ്യ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു തിരുവോണമല്ലേ, അപ്പോൾ ചെറിയൊരു പൂക്കളം ഇടാമെന്നൊക്കെ ഓർത്ത് അതിനും കൂടെ വേണ്ടിയിട്ടുള്ള പൂക്കൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വിളക്ക് കൂടി ഒരുക്കി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അതുകൂടെ കാണിച്ചിട്ട് അവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇവിടെ അല്ല, നമ്മുടെ ആ ഒരു വിളക്ക് ഒരുക്കി അതിൻ്റെ വിളക്ക് കത്തിച്ചിട്ട് ഉത്രാട വിളക്ക് കത്തിച്ചതിൻ്റെ ഒരു ക്ലിപ്പിങ്ങും കൂടി ചേർത്തിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യും. അങ്ങനെ ദേ വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വിളക്കൊക്കെ ഒരുക്കി പൂക്കളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ട് വിളക്ക് കത്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയ ഒരു കുഞ്ഞു വിളക്കാണ് കേട്ടോ, വലിയ വിളക്കൊന്നുമില്ല. നമുക്ക് ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു പൂജാമുറി സെറ്റപ്പ് അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ചെറിയൊരു വിളക്കാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അത് നല്ലപോലെ അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ലൈറ്റ് ഇട്ടിട്ടുള്ളതും ലൈറ്റ് ഇടാതെയുള്ള ആ വീഡിയോസും ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉത്രാട വിളക്ക്. ഇതിന് മുന്നത്തെ ക്ലിപ്പിൽ തന്നെ വീഡിയോ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞങ്ങൾ അതിന് ശേഷം പിന്നെ ഞാനും കുട്ടികളും കൂടി അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. ഈ കാണുന്ന ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലേക്ക് വന്നു. അനുപയുടെ പിറന്നാളായതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല, സ്കൂളുണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ വൈകിട്ട് ഇവിടെ വന്നിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.